ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡ്രാമയുടെ ഫൈനൽ എപ്പിസോഡാണ്. അപ്പോൾ അടുത്തതായി ഏത് ഡ്രാമ സ്റ്റാർട്ട് ചെയ്യണമെന്ന പോള് നമ്മുടെ വാട്സപ്പ് ചാനലിലാണ് കൊടുക്കുക. വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ കമന്റ്സിൽ വന്നിരിക്കുന്ന ചില ഡ്രാമാസ് ഓൾറെഡി നമ്മൾ മൂവി മാനിയ റീക്യാപ്സ് എന്ന നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ളതാണ്. ചിലത് ഇടാനായിട്ട് ലിസ്റ്റിലുള്ള ഡ്രാമാസ് ആണ്. ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ആ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം. 1 മണിക്കൂറും അതിന് മുകളിലുമുള്ള വലിയ വീഡിയോസ് ആണ് നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഷവോയാണ്. ഷവോയുടെ പുറകെ ഒരു പയ്യൻ നടക്കുന്നുണ്ടല്ലോ. ഏതാണ്ട് അവളെക്കാളും പ്രായം കുറഞ്ഞ ഒരു പയ്യനാണ്. അതുകൊണ്ട് തന്നെ ഈവൻ ഈ നടന്ന് കാണിക്കുന്നൊന്നും അവൾ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിലും അവൻ ഭയങ്കരമായി എഫേർട്ട് ഇടുന്നുണ്ട്. അവളൊന്ന് അവനെ മൈൻഡ് ചെയ്യാനും അവൻ പ്രപ്പോസ് ചെയ്യുമ്പോൾ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ ആയി. പക്ഷെ അവൾ മൈൻഡേ ചെയ്യുന്നില്ല. എന്തായാലും അതിന്റെ ഇടയിൽ ഭയങ്കരമായി ജോലി എടുത്ത് അല്ലെങ്കിൽ ഡൂലെ ഭയങ്കരമായി സ്ട്രെസ് ചെയ്യിച്ച് ജോലി എടുപ്പിച്ച് ജിയാങ് ഭയങ്കര വയ്യാണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്ന ശേഷം അവളെ ജോലിക്ക് വിടാതിരിക്കാനായി യുവാനാകട്ടെ ഓൾറെഡി ഡൂലയുടെ അടുത്ത് ഞാൻ 1 മാസത്തെ ലീവ് പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് പറയാണ്. ഡൂലെ ഏൽപ്പിച്ചിരിക്കുന്ന വർക്കൊക്കെ ചെയ്തു തീർക്കണം എന്ന രീതിക്ക് ജിയാങ് ആകട്ടെ ഡിസ്ചാർജ് ആയി അടുത്ത ദിവസം തന്നെ ഹോസ്പിറ്റലിൽ പോകാനായി റെഡിയായി ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് ഈ ലീവിന്റെ കാര്യം യുവാൻ എത്തി പറയുന്നത്. യുവാൻ വീടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അവൻ കാണാതെ പോകാനായി നിൽക്കായിരുന്നു. അയ്യോ, ഞാൻ ഒറ്റയ്ക്ക് ലീവ് എടുത്ത് ഇവിടെ ഇരുന്ന് എന്തെടുക്കാനും ബോർ അടിക്കില്ലെന്നല്ല അവൾ പറയുമ്പോൾ ചുവാനെയും സൂലിയെയും അവൾക്ക് കൂട്ടായിട്ട് അപ്പോഴേക്കും യുവാൻ അങ്ങോട്ടേക്ക് വരുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെ ജിയാങ്ങിനെ നോക്കാനായി ഏൽപ്പിച്ച് യുവാൻ അവന്റെ ജോലികൾക്ക് പോകുന്നു. അപ്പോഴേക്കും ഓഫീസിൽ ഒരു വലിയ സംഭവം നടക്കുന്നുണ്ട്. നമ്മുടെ MH അവിടെ ഇപ്പോ ഡൂലെ ആണല്ലോ ബോസ്. ഡൂലെ പഴയ ആളല്ല. ജിയാങ്ങിനോടുള്ള അവന്റെ ഇഷ്ടം മാത്രമേ മാറാതെ ഉള്ളൂ. അവന്റെ പേഴ്സണാലിറ്റി ഒക്കെ ഒരുപാട് മാറിയിരിക്കുന്നു. ഒരുപാട് ഇപ്പോ കാശിന് വേണ്ടി കമ്പനിയുടെ ഡേറ്റ ചോർത്തുകയും അങ്ങനെ ഓരോ കാര്യങ്ങൾ അവൻ ചെയ്യുന്നുണ്ട്. അത് സംബന്ധമായി അവൻ ഒരു ഫോൺ കോളിൽ ഏർപ്പെടുന്നത് സിൻ കേട്ടിരുന്നു. സിൻ അത് കേട്ടുവെന്ന് ഡൂലെ അപ്പം മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അത് വലിയ കാര്യമാക്കുന്നില്ല. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ താൻ ചെയ്യുന്ന പണികൾ ഇവൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നൊരു പേടി അവനാവുന്നുണ്ട്. അപ്പോഴേക്കും യുവാൻ ജിയാങ്ങിന്റെ മാരേജിന് വേണ്ടി പ്രപ്പോസ് ചെയ്യാനായി പ്ലാൻ ചെയ്യുന്നു. അതിനായി ഒരു ഡയമണ്ട് റിങ് അവളുടെ വിരലിന്റെ അളവിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കണമല്ലോ. വിരലിന്റെ അളവ് അവൾ അറിയാതെ എടുത്തു വേണം ഈ ഒരു റിങ് തയ്യാറാക്കാനായി. അതുകൊണ്ട് തന്നെ അവൾ ഉറങ്ങുന്ന ടീം അവൻ ഒരുപാട് പണിപ്പെട്ടാണ് അവളെ ഉണർത്താതെ അവൾ അറിയാതെ ആ ഒരു അളവെടുക്കുന്നത്. അപ്പോഴേക്കും കമ്പനിയിൽ മറ്റൊരു പ്രശ്നം നടക്കുന്നുണ്ട്. സിൻ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ജിയാങ് ഇപ്പോ അവധി എടുക്കുന്നതിന് മുന്നേ അവൾ ചെയ്യാൻ തുടങ്ങിയ പ്രോജക്റ്റ് ഇപ്പോ ജിയാങ് ഇല്ലാത്തത് കൊണ്ട് സിന്നാണ് ചെയ്യാനായി ഡൂലെ ഏൽപ്പിച്ചിരുന്നത്. ആ ഒരു പ്രോജക്റ്റിൽ ഇപ്പൊ കുറെ തെറ്റുകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അതിന്റെ പേരിൽ സിന്നിനെ പുറത്താക്കാനായിട്ടാണ് ഡൂലെ പ്ലാൻ ചെയ്യുന്നത്. അതിനെ തന്നെ ഇത് ഭയങ്കര ഇഷ്യൂ ആക്കി എടുത്ത് ഒന്നെങ്കിൽ സിന്ന് ജിയാങ്ങിന്റെ മേലിൽ ഈ ഒരു കുറ്റം ആരോപിച്ച് എസ്കേപ്പ് ആകാം, അല്ലെങ്കിൽ സിൻ എന്തായാലും ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ജോലിയിൽ നിന്ന് പോകണം എന്ന കാര്യം ഡൂലെ അറിയിക്കുമ്പോൾ ജിയാങ് ഒരുപാട് അവളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള അതുകൊണ്ട് തന്നെ ജിയാങ്ങിനെ ഇതിൽ വലിച്ചടച്ച് തനിക്ക് രക്ഷപ്പെടണം എന്നൊരു തോന്നല് സിന്നിന് വരുന്നില്ല. അങ്ങനെ സിന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടാനായി ഡൂലെ തീരുമാനിക്കുന്നു. അങ്ങനെ അതിന്റെ മെയിലൊക്കെ ഡൂലെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതേ ടീം വീട്ടിലിരുന്ന് ചുമ്മാ ബോറടിക്കുമ്പോൾ ഇടയ്ക്ക് ചുമ്മാ ഒന്ന് ഓഫീസ് മെയിൽസ് പരിശോധിക്കാനായി ലാപ്ടോപ്പ് ഓൺ ചെയ്യുമ്പോഴാണ് ജിയാങ് ഈ കാര്യങ്ങൾ മെയിലിൽ കാണുന്നത്. അവൾ ആകെ ഷോക്ക് ആവുന്നു. വേഗം തന്നെ സിന്നിനെ ചെന്ന് കാണുമ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ തിരക്കുന്ന ടീം ഡൂലെ ഇങ്ങനെ 2 ഓപ്ഷൻ വെച്ചു. ഒന്നെങ്കിൽ ജിയാങ്ങിനെ കുരുക്കുന്ന രീതിക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറഞ്ഞു. അതൊന്നും പക്ഷേ സിൻ ഇവിടെ ജിയാങ്ങിന്റെ അടുത്ത് പറയുന്നില്ല. എന്റെ ഭാഗത്ത് ഒരു തെറ്റുണ്ടായി, അതുകൊണ്ട് എനിക്ക് ജോലി നഷ്ടപ്പെട്ടു എന്ന് വളരെ പോസിറ്റീവായി പറയാണ്. ജിയാങ്ങിന് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാവുന്നുണ്ട്. ജിയാങ് ഇതിനെപ്പറ്റി സംസാരിക്കാനായി ഡൂലെ കാണാനായി പോകുന്നു. സിൻ അതിന് മാത്രം എന്ത് തെറ്റ് ചെയ്തിട്ട് സിന്നിനെ ഇങ്ങനെ പറഞ്ഞു വിടുന്നെന്ന് ചോദിക്കുമ്പോൾ അതിനൊരു പ്രോപ്പർ ആൻസർ ഡൂലെ പറയാതെ, ഓ നിന്റെ അസുഖമൊക്കെ മാറിയോ, ഒരാഴ്ചത്തെ ലീവ് ആണെന്ന് പറഞ്ഞിട്ട് ഇത്രയും പെട്ടെന്ന് തിരിച്ചു വന്നോന്ന് മട്ടിലായിരുന്നു ഡൂലയുടെ സംസാരം. എന്തായാലും അതിലൊന്നും തൃപ്തിയാവാതെ ഞാൻ ഇതിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ച് അന്ന് തിരിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കഴിഞ്ഞ് ആ ഒരു പ്രോജക്റ്റും അതിൽ എന്ത് തെറ്റാണ് വന്നത് എന്ന ആ ഒരു കാര്യങ്ങളും അതിന് എങ്ങനെ ശരിയാക്കാവുന്ന കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ വീണ്ടും വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നു. ഇത് കണ്ട് യുവാന് ദേഷ്യം വരുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു കാര്യം എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്ത ശേഷം ഈ ഒരു ജോലി ഉപേക്ഷിക്കുക എന്നതായിരുന്നു ജിയാങ്ങിന്റെ മനസ്സിൽ അപ്പൊ പോകുന്ന കാര്യം. പക്ഷെ ഡൂലെ ഇത് കണ്ടുകൊണ്ട് വന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. നീ വർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ ലീവ് എടുപ്പിച്ചത്, എന്നിട്ട് നീ വർക്ക് ചെയ്യണോ? നിനക്ക് കാശ് സമ്പാദിക്കണമെന്ന് അത്ര അത്യാവശ്യമാണെങ്കിൽ നിനക്ക് എത്ര കാശ് വേണം പറ, ഞാൻ തരാന്നൊക്കെ അവനിങ്ങനെ പറയുമ്പോൾ ദേഷ്യം വന്ന് അവൾ ഈഗോ ഹേർട്ടായി. അവളാകട്ടെ അവളുടെ കാര്യം നോക്കാൻ അവൾക്ക് അറിയാമെന്നും എപ്പോ ജോലി ചെയ്യണം എപ്പോ ജോലി ചെയ്യണ്ടെന്ന് തീരുമാനിക്കാൻ അവൾക്ക് അറിയാമെന്നും കൂടുതൽ ഭരിക്കേണ്ടെന്നും അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അന്ന് ഇവർ ചെറുതായിട്ടൊന്ന് പിണങ്ങുന്നുണ്ടെങ്കിലും അടുത്ത ദിവസം എന്തിനെ പറ്റിയായിരുന്നു ജിയാങ് നോക്കിക്കൊണ്ടിരുന്നത്, എന്താണ് അവളുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്നത് മനസ്സിലാക്കുന്ന യുവാൻ അവന്റേതായ രീതിയിൽ നടന്ന കാര്യങ്ങളെ പറ്റി അന്വേഷിക്കുമ്പോൾ സിന്നിന്റെ ഭാഗത്തുനിന്ന് വന്ന ചെറിയൊരു പ്രശ്നത്തെ വലുതാക്കി കാണിച്ച് സിന്നിനെ മനഃപൂർവ്വം കമ്പനിയിൽ നിന്ന് പുറത്താക്കാനായിട്ടായിരുന്നു ഡൂലയുടെ പദ്ധതി എന്ന കാര്യം യുവാൻ കണ്ടെത്തുന്നു. അതിന് കാരണമായി മാറിയത് സിൻ ഡൂലെ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടുപിടിച്ചതാണെന്നും കൂടി മനസ്സിലാക്കുന്ന യുവാൻ ഈ കാര്യത്തെ പറ്റി ജിയാങ്ങിനെ കണ്ട് സംസാരിക്കുന്നുണ്ട്. ആ ഒരു ടീം ഡൂലയെ പറ്റി യുവാൻ പറയുന്ന ഈ കാര്യങ്ങളൊന്നും തന്നെ വിശ്വസിക്കാനായി ജിയാങ് തയ്യാറാവുന്നില്ല. ഡൂലെ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ലെന്നല്ല പറയുന്നവൾ. ഡൂലെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നെല്ലാം പറയുന്ന ടീം അവൻ നിന്നെ ഹെൽപ്പ് ചെയ്തെങ്കിൽ അതിന് അവന്റേതായ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് യുവാൻ പറയുന്നുണ്ട്. ഓ അതിന് എന്റെ അടുത്ത് എന്തുവാ യുവാൻ ഇത്ര സ്വാർത്ഥ താല്പര്യം ഒന്നും മനസ്സിലാവാതെ ജിയാങ് തിരക്കുമ്പോൾ ഡൂലെ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, വർഷങ്ങളായി അവൻ നിന്നെ വൺ സൈഡായി പ്രണയിക്കുന്നുണ്ടെന്ന കാര്യം യുവാൻ പറയുമ്പോൾ അത് കേട്ട് ജിയാങ്
ഭയങ്കര ഷോക്കാവുന്നു. കാരണം ഈ നിമിഷം വരെ അവൾക്ക് ഡൂലയ്ക്ക് അവളോട് അങ്ങനെ ഒരു പ്രണയം തോന്നിയിട്ടുണ്ടെന്ന കാര്യത്തെ പറ്റി ഒരു പിടുത്തവും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും അത് അപ്പോഴും അങ്ങോട്ട് സമ്മതിക്കാൻ തയ്യാറാവാതെ എന്നെ ജോലി കളയിപ്പിക്കാൻ വേണ്ടി പുതിയ ഒരു അടവുമായിട്ട് വന്നിരിക്കല്ലേന്ന് അവൻ പറഞ്ഞതിനെ കംപ്ലീറ്റ് ആയി തെറ്റിദ്ധരിച്ച് അവൾ അവിടെ നിന്ന് പിണങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പിണക്കം മൂലം അപ്പാർട്ട്മെന്റിൽ എത്തിയ ശേഷം രണ്ടുപേർക്കും ഇടയില് സൗന്ദര്യ പിണക്കങ്ങൾ അങ്ങനെ നല്ല തകൃതിയിൽ നടക്കുന്നുണ്ട്. ഇവാൻ തുണി കഴുകാനായി കൊണ്ടിടുമ്പോൾ വാഷിംഗ് മെഷീനിൽ നിന്ന് ആ തുണി എടുത്ത് മാറ്റി ജിയാങ് അവളുടെ തുണി കഴുകുക, ബെഡിൽ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് ഇതിന്റെ ഇപ്പുറത്തേക്ക് വന്നു പോരുതെന്ന് അവനോട് പറയാം. അങ്ങനെ ഓരോ കാര്യങ്ങൾ. എന്തായാലും അടുത്ത ദിവസം ഓഫീസിലേക്ക് ജിയാങ് ചെല്ലുന്നുണ്ട്. ജിന്നുമായി അവിടെ ഒരു കൊളീഗ് പ്രണയത്തിലായിട്ടുണ്ടായിരുന്നു. ഇവർ 4 പേരാണല്ലോ ഒന്നിച്ച് ജോലി കയറിയ. അതിലൊരാൾ തന്നെയാണ് ജിന്നിനെ പ്രണയിക്കുന്നത്. അയാൾ ഭയങ്കര സങ്കടത്തിലാണ് ജിൻ ഓഫീസിൽ ഇല്ലാത്തതിൽ. ആ കാര്യം ജിയാങ് നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം ഒരേ സമയത്ത് ജോയിൻ ചെയ്തവരില്ലേ. എന്തായാലും അതിനുശേഷം സിന്നിനെ അവൾ കാണുമ്പോൾ യുവാൻ തനിക്ക് വേണ്ടി ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ എഴുതിയാൽ തനിക്ക് വേറെ വല്ലയിടത്തും ജോലി ഈസി ആയിട്ട് കിട്ടും, അതിനെപ്പറ്റി ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് സിൻ ജിയാങ്ങിനോട് തിരക്കുമ്പോൾ അത് ചെയ്യാമെന്ന് അവൾ പറയുന്നുണ്ട്. എന്തായാലും അതിനുശേഷം ഒരു ഡൗട്ട് യുവാൻ പറഞ്ഞ കാര്യത്തെ പറ്റി ജിയാങ്ങിന് വരുന്നുണ്ടായിരുന്നു. അതായത് ഡൂലെ കമ്പനിയുടെ വിവരങ്ങളൊക്കെ ചോർത്തി കൊടുത്ത് അതിന് കമ്മീഷൻ അടിക്കുന്നുണ്ടോ എന്ന്. അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാനായും അവൾ തീരുമാനിക്കുന്നു. അപ്പോഴേക്കും ഡൂലേക്ക് എന്ന ഓഫീസിലേക്ക് അവന്റെ ബർത്ത്ഡേ വിഷ് ചെയ്ത് കുറച്ച് ഫ്ലവേഴ്സ് എത്തുന്നുണ്ട്. അത് ആരാണ് അയച്ചതെന്ന് അവന് ഒരു പിടുത്തമില്ല. അവനാകട്ടെ ജിയാങ്ങിനെ അന്ന് തന്റെ കൂടെ ഡിന്നറിന് വിളിക്കുന്നുണ്ട്. ജിയാങ് അങ്ങനെ ഡൂലയുടെ കൂടെ ഓഫീസിലെ തിരക്കൊക്കെ കഴിഞ്ഞ് രാത്രി ഡിന്നറിന് പോകുന്ന ആ ഒരു ടീം ഇതൊന്നും അറിയാതെ യുവാൻ ഓഫീസിൽ നിന്ന് എത്തുന്ന ജിയാങ്ങിന് ആ ഒരു റിംഗ് കൊടുത്ത് പ്രപ്പോസ് ചെയ്യാനായി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ അവളെ സമയമായിട്ടും കാണാതെ വിളിക്കുമ്പോൾ ഡൂലയുടെ കൂടെ ഡിന്നറിലാണ് അവളെന്ന് അറിയുന്നത്. യുവാന് നല്ല ദേഷ്യമാവുന്നുണ്ടെങ്കിലും അത് മൈൻഡ് ആക്കാതെ ജിയാങ് കോള് കട്ട് ചെയ്യുന്നു. അങ്ങനെ ഡിന്നറിന് ഇരിക്കുന്ന ടീം ഒരു കേക്ക് വാങ്ങിച്ച് ജിയാങ്ങിന്റെ ബർത്ത്ഡേ തന്റെ ബർത്ത്ഡേയുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യുക എന്നതായിരുന്നു ഡൂലയുടെ ലക്ഷ്യം. അങ്ങനെ കേക്ക് മുറിക്കുന്ന ആ ഒരു ടൈം അവളാകട്ടെ ജോലി എന്തായാലും അധികം നാളെ താൻ കണ്ടിന്യൂ ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ അവനാകട്ടെ അവളുടെ കയ്യിലൊക്കെ പിടിച്ച് അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്, ഞാൻ കുറെ ജോലി തന്നെ ടോർച്ചർ ചെയ്യുന്നോണ്ടാണോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര അടുപ്പത്തിൽ പെരുമാറുമ്പോൾ യുവാൻ പറഞ്ഞതിൽ കാര്യമുണ്ടോ എന്ന് ഇവൾക്ക് പതിയെ തോന്നി തുടങ്ങുന്നുണ്ട്. അതായത് ഇവൻ വൺ സൈഡായി ഇഷ്ടപ്പെടുന്നു എന്ന ഒരു കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് എസ്കേപ്പ് ആവാനെ നോക്കുമ്പോഴേക്കും ഞാൻ കുറച്ച് ഡ്രിങ്ക്സ് അടിച്ചിരിക്കല്ലേ, എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ആക്കാനേ അവൻ പറയുമ്പോൾ അവന് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല എന്നൊരു കാര്യം കൊണ്ട് അവൾ കൂടെ പോകുന്നുണ്ട്. പക്ഷെ വണ്ടിയിലിരുന്ന് അവനാകട്ടെ അവളോട് കുറച്ചുകൂടെ അടുപ്പത്തിൽ പെരുമാറാൻ നോക്കുന്നുണ്ട്. ഞാൻ തന്ന വാച്ച് നീ ഊരിയില്ലേ, ഇനി അത് ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും അല്ലേ, ഈ ഒരു മാല ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിച്ചാണെന്ന് പറഞ്ഞ് ഡ്രൈവ് ചെയ്യുന്ന അവളുടെ കഴുത്തിൽ മനഃപൂർവ്വം അത് ഇട്ടുകൊടുത്ത് അടുക്കാനൊക്കെ ഡൂലെ ശ്രമിക്കുമ്പോൾ അവളായിട്ട് അത് തടയുന്നുണ്ട്. പക്ഷെ അവൻ വിട്ടുകൊടുക്കുന്നില്ല. ദേഷ്യം വന്ന് വണ്ടി നിർത്തി ജിയാങ് ഇറങ്ങി പോകാനെ നോക്കുമ്പോൾ അവളെ വിടാതെ പിടിച്ചു വെക്കുന്നവൻ ഈ ടൈ കണ്ടോ, നീ എനിക്ക് ആദ്യമായിട്ട് ഗിഫ്റ്റ് തന്ന ഇത് എംഎച്ചിൽ ഞാൻ വന്ന ശേഷം ഇത് ഞാൻ ഇന്നും ഇടാറുണ്ട്, നീ ശ്രദ്ധിക്കുന്നു കരുതി, പക്ഷെ നീ എന്നെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല എന്നല്ല അവൻ പറയുമ്പോൾ കൂട്ടത്തി 2 വർഷമായിട്ട് അവളെ അവൻ ഇഷ്ടപ്പെടുകയാണെന്നും പക്ഷെ അവൻ കാണിക്കുന്ന സ്നേഹം അവൾ തിരിച്ചു കാണിക്കുന്നില്ല എന്നുമില്ല അവൻ ദേഷ്യപ്പെടുമ്പോൾ ഒരിക്കലും ഡൂലെ ആ ഒരു രീതി താൻ കണ്ടിട്ടില്ല എന്ന് ജിയാങ് പറയുന്നുണ്ട്. ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ പരിചയപ്പെട്ട അന്ന് മുതൽ ഡൂലയോട് തനിക്ക് തോന്നിയിട്ടുള്ളെന്ന് അവൾ വ്യക്തമാക്കുമ്പോൾ അവനത് അംഗീകരിക്കാൻ തയ്യാറല്ല. ഈ ഒരു ടൈയുടെ കാര്യം പറഞ്ഞ് എനിക്ക് ഇഷ്ടമാണെന്ന് തെറ്റിദ്ധരിക്കണ്ട, എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമില്ല, അങ്ങനെയൊക്കെ ഫീലിംഗ്സ് ഉള്ളി ഉണ്ടെങ്കിൽ ആ ടൈ തിരിച്ചു തന്നേക്കുന്നില്ല അവൾ പറയുമ്പോൾ ദേഷ്യം വരുന്നവൻ അവളെ ബലമായി കിസ് ചെയ്യാനായി ശ്രമിക്കുമ്പോൾ അത് അങ്ങ് കണ്ടുകൊണ്ട് യുവാൻ എത്തുന്നുണ്ട്. ജിയാങ്ങിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് യുവാൻ അങ്ങനെ എത്തിയതാണ്. ഇത് കണ്ടപാടെ ദേഷ്യം വന്ന് യുവാൻ അവിടെ ഡൂലയുമായി ഫൈറ്റ് ചെയ്യുന്നു. ഇതിന്റെ ഇടയിൽ കയറി ജിയാങ് ആയിട്ട് ഡൂലയെ പിടിച്ചു തള്ളി അവിടെ നിന്ന് യുവാനുമായി പോകുമ്പോൾ ഡൂലെ ഒരു ഭ്രാന്തനെ കണക്ക് അവിടെ ഇരുന്ന് ഭയങ്കരമായി പൊട്ടിത്തെറിക്കുന്നുണ്ട്. അവൻ കരയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ വല്ലാത്തൊരു രീതി ആവുന്നുണ്ട്. അങ്ങനെ തിരിച്ച് അപ്പാർട്ട്മെന്റിൽ എത്തിക്കഴിയുമ്പോൾ ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞല്ലേ, അത് നീ അപ്പൊ കേട്ടില്ലല്ലോ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എന്നല്ല യുവാൻ ജിയാങ്ങിനെ ശകാരിക്കുന്നു. തന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അവളാകട്ടെ ജിന്നിന് വേണ്ടിയുള്ള റെക്കമെൻഡേഷൻ ലെറ്ററിന്റെ കാര്യം യുവാനെ ഓർമ്മപ്പെടുത്തുമ്പോൾ അങ്ങനെ അടുത്ത ദിവസം ഓഫീസിലേക്ക് പോകുന്ന ജിയാങ് ആകട്ടെ ഡൂലയെ മൈൻഡ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിലും ഡൂലെ അടുത്തേക്ക് എത്തി സംസാരിക്കുന്നുണ്ട്. ഇന്നലെ ഡ്രിങ്ക്സ് അടിച്ചതുകൊണ്ട് അങ്ങനെ സംഭവിച്ചതാണെന്നെല്ലാം ഡൂലെ പറഞ്ഞ സോറി പറയുമ്പോൾ എന്ത് തന്നെയാണെങ്കിലും എനിക്കതൊന്നും മറന്ന് പഴയ കണക്ക് ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ ഇനി സംസാരിക്കാൻ കഴിയില്ല. ഞാൻ ഫ്രണ്ട് എന്ന രീതിയിൽ സംസാരിച്ചിരുന്നത് നിങ്ങൾ തെറ്റിദ്ധരിച്ചാണ് ഇന്നലെ അത്രയും ഇഷ്യൂ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഞാൻ എന്തായാലും കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു. അതുവരെ ഒരു ബോസ് സബോർഡിനേറ്റ് എന്ന രീതിക്ക് നമുക്കിടയിൽ കോൺവെർസേഷൻ നടക്കുമെന്ന് അവൾ പറഞ്ഞിട്ട് പോകുമ്പോൾ അത് ഡൂലയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഡൂലെ ഭയങ്കരമായി എന്തോ ഒരു പണി ജിയാങ്ങിന് ഇട്ട് കൊടുക്കാനായി തീരുമാനിക്കുന്നു. എനിക്ക് അവളെ കിട്ടിയില്ലെങ്കിൽ അവൾ സ്വസ്ഥതയോടെ ജീവിക്കേണ്ട എന്ന ചില മനോഭാവമുള്ള ആളുകളുണ്ടല്ലോ, ആ ഒരു രീതിയിൽ. ഇതൊന്നും അറിയാതെ അന്നാകട്ടെ ജിയാങ്ങും യുവാനും സൂലിയും ചെന്നും ഷവോയും ആ പുറകെ നടക്കുന്ന പയ്യനും ഒപ്പം ജിയാങ്ങിന്റെ കൂടെയുള്ള ആ മറ്റു 3 കൊളീഗ്സും ഒക്കെ ഒത്തുകൂടുന്നുണ്ട്. ഒരു ചെറിയ ഗെറ്റ് ടുഗദർ കണക്ക്. അവിടെ വെച്ച് താൻ റിസൈൻ ചെയ്യുകയാണെന്ന ന്യൂസ് ജിയാങ് എല്ലാവരുമായി പങ്കുവെക്കുന്നു. അവർക്കൊക്കെ അത് കുറച്ച് ഷോക്കിംഗ് ആയിരുന്നെങ്കിലും പക്ഷെ ജിയാങ്ങിന്റെ ഡിസിഷൻ എന്തായാലും നല്ലതായിരിക്കും എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. കാരണം പഴയ കണക്കല്ല കമ്പനി, ഇപ്പോൾ ഓരോ ഇഷ്യൂസ് അവിടെ നടക്കുകയല്ലേ. നാളെ തന്നെയല്ല റിസൈൻ ചെയ്യുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്ന് തീർത്ത ശേഷമായിരിക്കും റെസിഗ്നേഷൻ. എന്തായാലും അടുത്ത ദിവസം ഓഫീസിലേക്ക് ജിയാങ് എത്തുമ്പോഴേക്കും ഒരു ഇഷ്യൂ അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ജിയാങ്ങും അവളുടെ ബോയ് ഫ്രണ്ടായ യുവാനും കൂടി ചേർന്ന് ഈ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയ ഒരു സ്റ്റാഫിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഫേക്ക് ആയി റെക്കമെൻഡേഷൻ ലെറ്റർ തയ്യാറാക്കുന്നു എന്ന രീതിക്കാണ് ഇപ്പോൾ ജിയാങ്ങിനെതിരെ ഡൂലെ പ്രശ്നം കുത്തിപ്പൊക്കി കൊണ്ടുവന്നിരിക്കുന്നത്. ആക്ച്വലി ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് ഡൂലെ ആണെങ്കിലും അതിപ്പോ ജിയാങ്ങിനെ അറിയില്ല എന്ന കോൺഫിഡൻസിൽ അവൻ ജിയാങ്ങിന്റെ അടുത്ത് ചെന്ന് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ സഹായിക്കാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഡൂലയുടെ സഹായം എന്തായാലും നല്ലൊരു ആറ്റിറ്റ്യൂഡിലായിരിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ജിയാങ് അതിന്റെ ആവശ്യമില്ല, നിങ്ങൾ കമ്മീഷൻ വാങ്ങുന്ന കാര്യം
കാര്യം പുറത്തറിഞ്ഞ് അതിന്റെ പേരിൽ പ്രശ്നമാവാതിരിക്കാൻ നോക്കിക്കോന്ന് അവൾ പുച്ഛത്തിൽ പറയുമ്പോൾ എനിക്ക് എന്ത് പ്രശ്നം വന്നാലും അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, നീയും അവനും എന്തായാലും ഇപ്പൊ പെട്ടില്ല, എനിക്ക് അത് തന്നെ മതി എന്ന് പറഞ്ഞ് ഡൂലെ വെല്ലുവിളിച്ച് സംസാരിക്കുമ്പോഴാണ് ഈ ഒരു കാര്യത്തിന് പിറകിലും ഡൂലെ തന്റെ സിസ്റ്റത്തിൽ നിന്ന് ഈ ഒരു റെക്കമെൻഡേഷൻ ലെറ്ററിന്റെ കോപ്പി മോഷ്ടിച്ചതാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. അവൾ അവനോട് ഇത്രയും ചീപ്പായി പെരുമാറുന്നതിനെ പറ്റി ഷൗട്ട് ചെയ്യുന്നുണ്ട്. അവൾക്കറിയാവുന്ന ഡൂലെ ഒരിക്കലും ഇങ്ങനെ ആയിരുന്നില്ലെന്നും ഇങ്ങനെയാണെന്ന് അറിയാമായിരുന്നെങ്കിൽ ഒരിക്കലും ഒരു സൗഹൃദവും താൻ സ്ഥാപിക്കില്ലായിരുന്നെന്നും അവൾ അവനോട് ദേഷ്യപ്പെട്ടു പോന്നു. എന്തായാലും അന്ന് ഡൂലെ കാണാനായി യുവാൻ എത്തുന്നുണ്ട്. നിന്റെ മുന്നിൽ ഞാൻ തോറ്റുപോയത് പറഞ്ഞ് കളിയാക്കാൻ വന്നതാണെന്ന് യുവാനെ കണ്ട് ദേഷ്യത്തില് ഡൂലെ ഷൗട്ട് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനത്തെ സ്വഭാവമില്ല, മറിച്ച് ഒരു താക്കീത് തരാൻ വന്നതാ. ജിയാങ് എന്തായാലും നിന്നെ പറ്റി റിപ്പോർട്ട് ചെയ്യില്ല, പക്ഷെ ഞാൻ അങ്ങനെയല്ല. എംഎച്ചിനൊരു നല്ല പേരുണ്ട്, അത് നീ കാരണം ചീത്തയാവാനേ ഞാൻ തയ്യാറല്ല. ഞാനിപ്പോ ആ കമ്പനിയുടെ ഭാഗം അല്ലെങ്കിൽ പോലും അത് ക്ഷമിക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് ഞാൻ നിന്നെ പറ്റി റിപ്പോർട്ട് ചെയ്യും. അതിന് മുന്നേ വേണമെങ്കിൽ നീ തന്നെ റിസൈൻ ചെയ്ത് പൊക്കോ. ഇനി അവിടെ തുടരാൻ ഭാവമെങ്കിൽ എന്തായാലും അതിന്റെ പണി നിനക്ക് കിട്ടും എന്നെല്ലാം പറഞ്ഞ് യുവാൻ പോകുമ്പോഴേക്കും കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യാം, അതാണ് നല്ലതെന്ന് ഡൂലെ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഡൂലെ ആകട്ടെ ഒരു ഷോപ്പിലേക്ക് ചെല്ലുന്നതാണ്, ഒരു ഫ്ലവർ ഷോപ്പ്. അവിടെ അവൻ കണ്ടുമുട്ടുന്നത് ലിൻഡയാണ്. ലിൻഡ ശിക്ഷയൊക്കെ കഴിഞ്ഞ ശേഷം കോർപ്പറേറ്റ് വേൾഡിലേക്ക് തിരികെ പോവാതെ ഇതുപോലെ ഒരു ഫ്ലവർ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ കൂടിയിരുന്നു. ലിൻഡയാണ് ഡൂലയുടെ ബർത്ത്ഡേ ഓർത്ത് അവന് പൂക്കൾ അയച്ചു കൊടുത്തത്. അത് തേടിപ്പിടിച്ചാണ് അവനിപ്പോ ലിൻഡയെ കാണാനായി എത്തിയിരിക്കുന്നത്. അവളെ കണ്ടുമുട്ടി മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞ് സങ്കടത്തിന്റെ ഭാരം ഒഴിച്ചു വെക്കുന്ന ടീം. അവനായിട്ട് അത്രയും നേരം തനിക്ക് ആരും ഇല്ല എന്നുള്ള ഒരു തോന്നൽ ഇപ്പോ അവളുടെ പ്രസൻസിൽ മാറി കിട്ടുന്നുണ്ട്. ഒരുപാട് ആശ്വാസം അവൾ കൂടെ ഉള്ളപ്പോ ഇപ്പൊ അവന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും അപ്പാർട്ട്മെന്റിൽ യുവാനെയും ജിയാങ്ങിനെയും കാണാനായി സൂലിയും ചുവാനും എത്തുന്നു. സൂലി പ്രഗ്നന്റ് ആണെന്ന സന്തോഷ വാർത്തയാണ് അവർക്ക് അറിയിക്കാനായി ഉണ്ടായിരുന്നത്. അവരങ്ങനെ ഒരുപാട് ഹാപ്പിയാണ്. തുടർന്ന് യുവാനും ചുവാനും കൂടി വെൽത്തിനെ ഒന്ന് നടത്താനായി പുറത്തേക്ക് ഇറങ്ങുന്ന ടീം. ജിയാങ്ങും സൂലിയും ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇവരുടെ കല്യാണത്തെ പറ്റിയാണ് രണ്ട് ഭാഗത്തും സംസാരം നടക്കുന്നത്. എങ്ങനെ യുവാൻ പ്രപ്പോസ് ചെയ്യാതെ ഞാനായിട്ട് പോയി ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നതെന്ന് ജിയാങ് മടിക്കുമ്പോൾ ഞാനല്ലേ ചുവാനെ പ്രപ്പോസ് ചെയ്തത്, അപ്പൊ അതിലൊരു മടിയും കാണിക്കണ്ടെന്ന് സൂലി എരിപിരികേറ്റുന്നു. ഇതേ ടീം പ്രായത്തില് യുവാൻ തന്നെക്കാളും മൂത്തതാണെങ്കിലും പ്രണയത്തിലും ഒരു മാരേജിലും ഒക്കെ തനിക്കാണ് എക്സ്പീരിയൻസ് എന്നും അതുകൊണ്ട് താൻ പറയുന്നത് കേട്ട് എത്രയും പെട്ടെന്ന് ജിയാങ്ങിനെ പ്രപ്പോസ് ചെയ്യും. ഇങ്ങ് മേടിച്ച് വെച്ചിട്ട് കാര്യമില്ല, അത് എത്രയും പെട്ടെന്ന് പ്രപ്പോസ് ചെയ്യുന്നില്ല, കാര്യം ഇരിക്കുന്നതെന്നെല്ലാം യുവാൻ ഉപദേശിക്കുന്നു. എന്തായാലും ഇതിന്റെ ഇടയിൽ എംഎച്ചിലേക്ക് തിരിച്ച് യുവാൻ ജോയിൻ ചെയ്യുന്നുണ്ട്. യുവാൻ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ജിയാങ്ങും അവിടുത്തെ ജോലി റിസൈൻ ചെയ്യേണ്ട എന്ന തീരുമാനത്തിൽ അങ്ങനെ മുന്നോട്ട് പോവാണ്. ഇപ്പൊ ഡൂലെ ആ കമ്പനിയുടെ ഭാഗമല്ല, അവൻ അവിടെ നിന്ന് പോയിരിക്കുന്നല്ലോ. അങ്ങനെ ഒരു ദിവസം ഓഫീസിലിരിക്കുന്ന ജിയാങ്ങിനോട് യുവാൻ ഫോൺ ചെയ്ത് എനിക്ക് അർജന്റ് ആയിട്ട് ഒരു ബിസിനസ് ട്രിപ്പ് പോകണം, വേഗം എന്റെ ലഗേജ് ഒക്കെ പാക്ക് ചെയ്ത് അസിസ്റ്റന്റിനെ ഏൽപ്പിക്കാനായി പറയുന്നുണ്ട്. അങ്ങനെ അവൾ അവിടെ നിന്ന് പുറപ്പെടുന്ന ടീം ബാക്കി എല്ലാവരും കൂടി ചേർന്ന് അവിടെ ചില അറേഞ്ച്മെന്റ്സ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്ത ശേഷം വേഗം ഷവു ജിയാങ്ങിനെ വിളിച്ച് എവിടെയാ ഒരു ഡോക്യുമെന്റ് എനിക്ക് ഇപ്പൊ തന്നെ വേണം, അത് എടുത്തു തന്നിട്ട് എവിടെയാന്ന് വെച്ചാൽ പോയാൽ മതി എന്ന് പറയുമ്പോൾ അവൾ വേഗം തന്നെ തിരിച്ച് ഓഫീസിലേക്ക് ചെല്ലുന്നു. പക്ഷെ ഇപ്പൊ ഓഫീസിലേക്ക് ജിയാങ് എത്തുമ്പോഴേക്കും അവിടെ മൊത്തത്തിൽ മാറിയിരിക്കുകയാണ്. ഇതെന്താണെന്ന് അവൾ മിഴിച്ചു നിൽക്കുമ്പോൾ അവിടെ സ്ക്രീനിൽ ഒരു വീഡിയോ പ്ലേ ആവുന്നു. ജിയാങ് പോലും അറിയാതെ ജിയാങ്ങിനെ പ്രപ്പോസ് ചെയ്യാനായി പലതവണ യുവാൻ ശ്രമിച്ചിരുന്നു. അവൻ അതൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവളാകട്ടെ അതൊക്കെ ഓരോന്ന് പറഞ്ഞ് അറിയാതെ തന്നെ തട്ടിക്കളയായിരുന്നു. ഇപ്പൊ തന്നെ നൈറ്റ് ഒരു കേക്കില് റിംഗ് ഒളിപ്പിച്ച് വെച്ച് ഡിന്നറിന് ശേഷം ആ ഒരു കേക്ക് അവളെ കഴിപ്പിച്ച റിംഗ് എടുപ്പിക്കാന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് ഇപ്പൊ കേക്ക് വേണ്ടെന്ന് പറഞ്ഞ് അവൾ പോയി. ഒരു ദിവസം അവൾ ഉറങ്ങുന്ന ടീം അറിയാതെ ഈ റിംഗ് ഇട്ട് കൊടുക്കാം, എണ്ണിക്കുമ്പോൾ അവൾ സർപ്രൈസ് ആവുമെന്ന രീതിക്ക് അവൻ ശ്രമിക്കുമ്പോൾ ഉറക്കത്തിലാണെങ്കിൽ പോലും ആ റിംഗ് ഇടാനേ അവനെ സമ്മതിച്ചിരുന്നില്ല. കൈയൊക്കെ തട്ടി അങ്ങനെ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കാണ്. അങ്ങനെ പല കാര്യങ്ങൾ ഇപ്പോൾ വീഡിയോയിലൂടെ കണ്ടവൾ സർപ്രൈസ് ആവുന്നുണ്ട്. അതിനുശേഷം യുവാനായിട്ട് ഈ ഒരു ശ്രമം പാഴാവില്ല, അതെ വെൽത്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞ് വെൽത്തിനെ നന്നായിട്ട് ഡ്രസ് ചെയ്യിപ്പിച്ച് വെൽത്തിനെ ജിയാങ്ങിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്ന കണക്ക് വീഡിയോയിൽ തീരുമ്പോഴേക്കും വെൽത്ത് ശരിക്കും ജിയാങ്ങിന്റെ അടുത്തേക്ക് അതേ ഗെറ്റപ്പിൽ എത്തുന്നുണ്ട്. പിറകെ യുവാനും ഉണ്ടായിരുന്നു. വെൽത്തിന്റെ കയ്യിൽ നിന്ന് റിംഗ് വാങ്ങി യുവാൻ ജിയാങ്ങിനെ അവിടെ വെച്ച് പ്രപ്പോസ് ചെയ്യുമ്പോൾ അവളത് ഒരുപാട് ഹാപ്പിയായി അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇവരിവിടെ ഒന്നിക്കുന്നത് അതിനുവേണ്ടി എല്ലാ സഹായങ്ങളും അറേഞ്ച്മെന്റ്സും ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്ന ചുറ്റിനും ഉണ്ടായിരുന്ന ഇവരുടെ കൂട്ടുകാരെയും ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇവർ മാത്രമല്ല ഇവിടെ കപ്പിള്, അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കുറച്ചധികം കപ്പിൾസിനെയും കാണാം. അങ്ങനെ ഇവരുടെ ഈ ഒരു ചൈൽഡ്ഹുഡ് തൊട്ടുള്ള പരിചയം ഇപ്പോ വിവാഹത്തിലേക്ക് എത്തി നിൽക്കുന്നു. അങ്ങനെ രണ്ടുപേരും ലീഗലി മാരേജ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇതറിയുന്ന ഡൂലേക്ക് സത്യത്തിൽ ഇവരുടെ ഹാപ്പിനെസ്സിൽ സന്തോഷമുള്ള അവന്റെ മനസ്സിൽ നിന്ന് ആ തെറ്റായ കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നു. ലിൻഡ അവളുടെ ലൈഫുമായി ഇപ്പൊ മുന്നോട്ട് പോകുന്നു. ചുവാനും സൂലിയും അവർക്കുണ്ടാവുന്ന കുഞ്ഞിന് എന്ത് പേരിടണം എന്ന ഡിസ്കഷനിലാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നന്നായി മുന്നോട്ട് പോവാണ്. സന്തോഷത്തിന് ഇരട്ടി മധുരം നൽകാനായി ജിയാങ്ങിന്റെയും യുവാന്റെയും ഇടയിലേക്ക് ഒരു കുഞ്ഞ് അതിഥിയും കൂടി എത്താൻ പോകുന്നു എന്ന ഒരു സന്തോഷ വാർത്ത കാണിച്ചുകൊണ്ട് കുഞ്ഞിന് എന്ത് പേര് വെക്കണമെന്ന ഒരു ചോദ്യം ഇത്രയും നേരം ഇവരുടെ കഥ കണ്ടിരുന്ന നമ്മളോട് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നത്. അപ്പൊ അവര് ചോദിച്ച കണക്ക് തന്നെ ജിയാങ്ങിന്റെയും യുവാന്റെയും കുഞ്ഞിന് പറ്റിയ പേര് കമന്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു കഥയുമായി എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടാം. ബൈ.